ഇത് സുമേഷ് ഏട്ടൻ ശരിക്കും ഭരണപക്ഷത്താണോ അതോ പ്രതിപക്ഷത്താണോ? നമ്മൾ ഭരണപക്ഷത്തല്ലേ, പിന്നെ നമ്മക്കന്നെ ഭാരം വെച്ചോണ്ടിരുന്ന എങ്ങനെ? നേരാണല്ലോ. ഞാനേ അത് പറഞ്ഞപ്പോ എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു പോയി. നല്ല ആളാണ് കേട്ടോ. ആൾക്കാരായിട്ട് എന്തെന്ന് വിചാരിക്കുക? ഞാൻ വേറെ ആളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. അത് നമ്മൾ ചെയ്യാറുണ്ടോ പ്രവർത്തനം? ചെയ്യാറില്ലേ? എന്ത് ഉദ്ദേശിക്കണത്? എലക്ഷൻ എടുക്കാറായി, കളിക്കല്ലേട്ടാ. ആ മരുന്നൊക്കെ കഴിക്കലുണ്ടപ്പോ കറക്റ്റ്? മരുന്നൊക്കെ കറക്റ്റ് കഴിക്കണ്ടോ? 9 ഇപ്പൊ 4 ആ ഇനിയിപ്പോ ഈ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇതിന്റെ പുറകിലുണ്ടായിക്കോട്ടാ. എന്നാ നോക്കണം കേട്ടോ. അതൊക്കെ നോക്കിയോളൂ, ഉഷാറായിട്ട് ഇറങ്ങും കേട്ടാ. ആ പിന്നെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ വെട്ടി തുറന്ന് പറയണമെന്നില്ല, കുറെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്. ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയാ. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ കാര്യങ്ങളില്. ഹലോ. മനസ്സിലായി. പറഞ്ഞോളൂ. എന്താ? എന്റെ പൊന്നു മാഷെ, സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരെ വിളിക്കാൻ പറ്റുമോ ഈ സമയത്ത്? അല്ല, നടക്കില്ല. എത്ര പദ്ധതികളുടെ ഉദ്ഘാടനം ഈ കിടക്കണമെന്നറിയോ? അതൊന്ന് ചാർട്ട് ചെയ്യാൻ സമയം കിട്ടില്ല ഇവിടെ. ഇല്ലില്ല. എന്ത് ബന്ധം പറഞ്ഞാലും ശരി, അത് ഒരു വിഷമവും വിചാരിക്കരുത്. അത്ര തിരക്കിലാണ് ഞങ്ങൾ, അത്ര തിരക്കില്ല. പിന്നെ വിളിക്കോ കേട്ടോ. ഞാൻ വേറൊരു ഒരു മീറ്റിംഗിലാ, ഞാൻ വിളിക്കാം. ഓക്കെ. സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നമ്മൾ ചാർട്ട് ചെയ്ത കാര്യങ്ങൾ നടക്കണില്ല. എന്തായിരുന്നു? അല്ല, ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. അതെയാ? എലക്ഷൻ എടുക്കാറായിട്ടോ, ഒന്ന് സജീവായിക്കോ. അങ്ങനെ സജീവമായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. എന്താ പ്രശ്നം? എൻ്റെ മോനെ കിഡ്നിക്ക് സുഖമില്ല, ഓയ്യോ, കിഡ്നി മാറ്റി വെക്കണം എന്നാ പറയണത്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം കിട്ടാനുള്ള എന്തെങ്കിലും വകുപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പൊ അത് കിട്ടുമെന്നറിയാൻ ഞാനേ വല്ലാത്തൊരു തിരക്കില്ല. ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്ന് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി ചെന്ന് കാണാൻ പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി കോയിനേട്ടനും ഞാനും നല്ല പരിചയത്തിലാണ്. അപ്പൊ പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ ജില്ലാ സെക്രട്ടറിയെ ചെന്ന് കണ്ടാ മതി. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ സാറേ വന്നത്. അതെ, ഇതിപ്പോ ഒന്നും വിരോധം ഉണ്ടായിട്ടല്ലേ, അപ്പോഴത്തെ സാഹചര്യം അത്ര പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഉദ്ഘാടനങ്ങൾ തന്നെ ഒന്ന് ചാർട്ട് ചെയ്ത് വിടാൻ പറ്റില്ല. മോന് വളരെ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഇത് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞത്. ഒരു വർഷം വിചാരിക്കണ്ട, ഞാൻ പറയട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോന്നാൽ നമുക്ക് എന്താ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞോട്ടെ, കാരണം നിക്കക്കളിയില്ലാതാ, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. അല്ല അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടായി ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്ക് ചെയ്യാം. എന്തെങ്കിലും കിട്ടിയ. ഹലോ. പിന്നെന്താ ഉദ്ഘാടനം? പിന്നെ നമ്മളത് തീരുമാനിച്ചല്ലേ, ഡേറ്റ് ഫിക്സ് ചെയ്തല്ലേ അത്. പിന്നെ അതെന്താ നടക്കാതെ നല്ല കാര്യമായി എന്നല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേ. തീർച്ചയായിട്ടും അത് ഭംഗിയാക്കാൻ നോക്കും. ഇല്ല, ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചെയ്യാം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെന്താ ഉണ്ടാവും. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി അപ്പൊ ശരി. പോയി വിളിക്കാൻ. അല്ല, ഞാനേ വേറൊന്നല്ല, നമുക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് ഒന്ന് വേറെ ആലോചിക്കാൻ പറ്റണല്ലേ. ശരി, ഓക്കെ. നമ്മുടെ പാർട്ടിക്കാരാണ്. പിന്നെ പക്ഷെ മുഖത്തൊരു ഇതില്ലല്ലോ. ഇല്ലില്ല, അത് പിരിവ് തന്നു വെറുത്തിട്ടാണ്. അതെ കാര്യേട്ടാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോലെ. ഇവിടെ കഴിക്കാനുള്ള ആയില്ല, 3-4 വീടും കൂടി കേറിയിട്ട് വരാ. അച്ഛമ്മ സുധേട്ടാ അതെ, മറ്റേ പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കുള്ളൊരു സംഭാവനയൊക്കെ ഇറങ്ങിയതാണ്. എന്തിന്? അല്ല, നമ്മുടെ പ്രവർത്തന ഇലക്ഷനൊക്കെ വരണല്ലേ പാർട്ടിയുടെ. ഇലക്ഷൻ എന്തിനാ പൈസ? എന്താ സുധേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ, നമ്മളൊക്കെ തരികയിലിടുന്നത്. എന്താ കാര്യം എല്ലാം അറിയണതല്ലേ എനിക്ക്. മോനും മരുന്നിന് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് നാട്ടിൽ നിങ്ങളെ തെണ്ടിട്ടാ ഞാൻ. പിന്നെ നമ്മള് സഹായിക്കൂലേ, അത് സുധേട്ടൻ ഒറ്റക്കല്ലല്ലോ, നമ്മള് കൂടെ ഇല്ലേ. ഞാൻ കണ്ടതാ, സഹായം ചോദിച്ചു ചെല്ലണവരൊക്കെ എന്താ പറയുന്നത്. അങ്ങനെയില്ല, നമ്മള് നിങ്ങളെ വെച്ചോ. ഇതെന്താ നാരങ്ങ വെള്ളം കുടിക്കണ്ട, തല വേനിച്ചിട്ട് വയ്യാതെ. വന്നാ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ഇനിയിപ്പൊ അതിനും കൂടി ഞാൻ വരണ്ടു. സുധേട്ടനെയൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ ഈ വാക്ക് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാ. ഇങ്ങനത്തെ സമയത്തൊക്കെ എന്നെ പോലുള്ളവരെ കാണണം, അല്ലാത്തപ്പോ ഒന്നും കാണണ്ട.
ശരി ശരി. എന്തേലും ബുദ്ധിമുട്ടുണ്ടെ പറയണേ. ഓ ഒക്കെ പരിഹരിച്ചു തരില്ലല്ലോ. വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്. പുള്ളി മൊത്തം നെഗറ്റീവാണല്ലോ. ആ പുള്ളി പലമ്പാണ്. 10 10 കിട്ടിയല്ല. ഈ മണ്ടൂൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ എഴുതിയ പേപ്പർ എൻ്റെ മുമ്പ് വന്ന് വായിച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിക്കാവുന്നു. ഇത് ഞാൻ എന്തോ വായിക്കാനാണ്? ആയിട്ടെ. സാർ ഇത് ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ മണ്ടു അങ്ങനെയൊക്കെ സംസാരിക്കണത്? ഞാൻ മണ്ടുവിനെ എന്ത് ശല്യം ചെയ്തതാണ്? ഓരോ മന്ത്രിമാരെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനോട് പെരുമാറും പോലെ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പെരുമാറണുണ്ടോ? പിന്നെന്തിനാ ഇങ്ങനെ പറയണേ? സാറ് ഞാൻ സാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഒരു 50-50 പാർട്ടിയില്ലേ, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വായനശാലയിൽ സാംസ്കാരിക പരിപാടി സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഒന്നാമത് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന്. വല്ല പള്ളിക്കൂടോ പാലം ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അവർ വിളിച്ച ഫോൺ എടുക്കണ്ട. പിന്നെ മെമ്പർ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം എന്തുവായി? സാർ അത് പണി കഴിഞ്ഞിട്ടില്ല. എന്താ മണ്ടു, പണി കഴിഞ്ഞതൊക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട. മണ്ടു ഒരു ഡേറ്റ് അങ്ങ് കുറിച്ചോ? സാറേ അത് പറഞ്ഞപ്പോഴാ വെള്ളിനേടി പഞ്ചായത്ത് ഓഫീസില്ലേ, അത് എന്ന് വേണേലും ഉദ്ഘാടനം ചെയ്യാം. അതൊക്കെ മണ്ടു ഡേറ്റ് അങ്ങ് നോക്കി എന്നോട് ചോദിക്കണ്ട. അത് ഉചിതമായ ഡേറ്റ് നോക്കി അങ്ങ് ഫിക്സ് ചെയ്തു. സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ആഴ്ച. അത് ഉദ്ഘാടനം ചെയ്തല്ലേ? ആ. ഈ ദിവസം 4-5 ഉദ്ഘാടനം ആകുമ്പോൾ ഏത് ചെയ്തില്ല എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കേ ബാക്കി ചെയ്യാനുള്ള ഉദ്ഘാടനങ്ങളുടെ ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. ആ വിളിച്ചാലെടുക്കാത്തത് എന്താണ്? ബെല്ലടിക്കണല്ലോ. ബെല്ലടിച്ച് ഏ ബെല്ലടിക്കണ്ടേ? താൻ വിളിച്ചോണ്ടിരിക്കല്ലായിരുന്നു വേറെ ആളെ. ആ അപ്പൊ പിന്നെ ഞാൻ വിളിക്കുമ്പോ എങ്ങനെയാ അത് ബെല്ലടിക്കണേ? അതാണ്. അതെ, തന്റെ ഈ ജാതി തട്ടിപ്പും ധരിക്കണം കാണാനല്ലേ അവിടെ വന്നിരിക്കണേ. ഈ ഉലാത്തില് നേരം കുറയല്ലോ ആണല്ലോ. അതെ. താൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ ഇതിനു വേണ്ടിട്ട്? ഞാൻ അയാളെ വിളിച്ചോണ്ടിരിക്കാണ് സാറേ. ആരെ? കോൺട്രാക്ടറെ. അപ്പൊ അയാൾക്ക് പണിക്കാരെ കിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും നമ്മള്? എടോ, അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് വെറും തറക്കല്ലിട്ട് പോന്നിരിക്കാൻ വേറെ ചുക്കും ചെയ്തിട്ടില്ല അവിടെ. അത് തറക്കല്ലിട്ടിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ. ഇത് തറക്കല്ലിടല്ലേ ഉദ്ഘാടനം ഒക്കെപ്പാടെ ഒരുമിച്ച് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് സാറേ? എടോ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ പരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നം. പഞ്ചായത്തിന്റെ കരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നമാണ് ഇത്. എത്ര നാളെന്ന് വിചാരിച്ച ആളുകൾ ഇങ്ങനെ പറ്റിക്കാണ്? മറിമായം